ഇന്ത്യൻ നാവികസേന ഇപ്പോൾ നടത്തുന്ന ഈ പരീക്ഷണങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് പലരും കരുതിയേക്കെ. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സൈന്യത്തിന്റെ ക്ഷമത പരീക്ഷിച്ചു ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, പാകിസ്ഥാനെ വളരെയധികം ആശങ്കയിൽ ആഴ്ത്തുന്ന തരത്തിലുള്ള പരീക്ഷണങ്ങളാണ് ഇന്ത്യ നടത്തുന്നത്. അതുകൊണ്ട് പാകിസ്ഥാനും അവരുടെ സൈനിക വിന്യാസം ശക്തമാക്കിയിരിക്കുകയാണ്. അവരും നാവിക അഭ്യാസ പ്രകടനങ്ങൾ നടത്തുകയാണ്. എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇന്ത്യയുടെ നീക്കം വളരെ കരുതലോടുകൂടിയാണ്. അന്തർദേശീയ രംഗത്ത് ലോക രാഷ്ട്രങ്ങളെ വിശ്വാസത്തിലെടുക്കുവാനുള്ള ശ്രമമാണ് ഇന്ത്യ ആദ്യം നടത്തിയത്. ആദ്യം 12ഓളം രാജ്യങ്ങളുടെ ലോക നേതാക്കന്മാരെ നരേന്ദ്രമോദി നേരിട്ട് ഫോണിൽ വിളിച്ചു അവരുടെ പിന്തുണ ഉറപ്പാക്കി. പല രാജ്യങ്ങളുടെയും പ്രതിനിധികളെ ഡൽഹിയിൽ കണ്ടു, അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു. ഇപ്പോഴും പാകിസ്ഥാൻ പറയുന്നത് തങ്ങൾക്ക് ഇന്ത്യയിൽ നടത്തിയ ആക്രമണത്തെ ഒന്ന് അപലപിക്കുവാൻ പോലും തയ്യാറാകാത്ത പാകിസ്ഥാൻ അവർ ഇപ്പോഴും പറയുന്നത് ഇവിടെ ഇന്ത്യക്ക് തങ്ങൾക്കെതിരെ തെളിവില്ല, അതുകൊണ്ട് ഇതൊന്നും വളരെ പ്രസക്തിയില്ല എന്നുള്ളതാണ്. ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം, ഇന്ത്യയിൽ 26ലധികം ആളുകളുടെ ജീവനുകൾ പൊലിഞ്ഞതിന് ഞങ്ങൾക്ക് തെളിവുണ്ട്. ആ തെളിവുകൾ വളരെ വളരെ ശക്തമായ തിരിച്ചടിയായി നിങ്ങളുടെ മണ്ണിലേക്ക് വരുമ്പോൾ മാത്രമേ നിങ്ങൾക്കത് തിരിച്ചറിയാനാവൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നിലവിൽ തുടർച്ചയായി അതിർത്തിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രമണങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനെയും സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു പ്രശ്നത്തിലേക്കാണ് ഇപ്പോൾ നയിച്ചിരിക്കുന്നത്. ഏത് സമയവും യുദ്ധസമാനമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. 72 മണിക്കൂർ കൂടി ഭീകരരെ തിരഞ്ഞ് കണ്ടെത്തണം എന്നുള്ളതാണ് നമ്മുടെ സൈന്യത്തിന് നമ്മുടെ സിവിലിയൻ നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. അത് ഏതാണ്ട് അനന്തനാഗ് മേഖലയിൽ ഊർജ്ജസ്വലമായിട്ടുള്ള തിരച്ചിലുകളാണ് നടക്കുന്നത്. ഒപ്പം മറ്റു ചില വാർത്തകളും വരുന്നുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിലെ സൈനിക മേധാവി വ്യക്തമാക്കിയിട്ടുള്ളത്, അവിടുത്തെ ഇൻഫർമേഷൻ മിനിസ്റ്റർ ഒക്കെ വ്യക്തമാക്കിയിട്ടുള്ളത്, ഇന്ത്യയിൽ നിന്ന് 36 മണിക്കൂറിനകം തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വാർത്തകളുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാൻ ചില തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്നുള്ളത് തന്നെയാണ്. പാകിസ്ഥാൻ എന്ത് തയ്യാറെടുപ്പുകൾ നടത്തിയാലും ഇപ്പൊ ഞാൻ മുമ്പെയൊക്കെ സൂചിപ്പിച്ചതുപോലെ അതിർത്തിയിൽ വരുന്ന ഓരോ ആയുധത്തെയും തടുക്കുന്നതിന് വേണ്ടിയുള്ള സൈനിക വിന്യാസം ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അറബിക്കടലിലായാലും പടിഞ്ഞാറൻ ഇതര മേഖലകളിലായാലും ഒക്കെ ജാമറുകൾ ഉപയോഗിച്ച് അവരുടെ വ്യോമാതിർത്തി അടച്ചുകൊണ്ട് അവർക്ക് വരാൻ കഴിയുന്ന സ്ഥലത്തൊക്കെ സൈന്യങ്ങളെ വിന്യസിച്ചുകൊണ്ട് അത്യന്താധുനിക ശേഷിയുള്ള ആണവായുധങ്ങൾ ഇന്ത്യ നിരത്തിക്കൊണ്ട്, അതുപോലെ തന്നെ പല സ്ഥലത്തും അത്യാധുനിക ശേഷിയുള്ള മിസൈൽ സംവിധാനങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. ആ സമയത്ത് പലപ്പോഴും നമുക്കറിയാം, ഇന്ത്യക്കെതിരെ ശത്രുതയോടുകൂടി നിലനിന്നിട്ടുള്ള ചൈന ഇത്തവണയും പാകിസ്ഥാന് P-15 ഉൾപ്പെടെയുള്ള മിസൈലുകൾ നൽകിക്കൊണ്ട് പാകിസ്ഥാനെ സഹായിക്കാനായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യ ഒരിക്കലും അവിടുത്തെ ജനകീയ ജീവിതത്തെ ഇല്ലാതാക്കുന്നുള്ള നടപടികൾ ഇതുവരെ, അല്ലെങ്കിൽ ജനവാസ മേഖലകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് ഇതുവരെ ഇന്ത്യ ശ്രമിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ ഇന്ത്യയെ വളരെയധികം വിഷമിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് വളരെ വലിയ തിരിച്ചടി കൊടുക്കാൻ തന്നെയാണ് ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കിട്ടിയ അവസരങ്ങളിലെല്ലാം ഇന്ത്യ അതിനെ ഉപയോഗപ്പെടുത്തും. അത് സിന്ധു നദീജല കരാർ അതിൽ നിന്ന് തൽക്കാലം വിട്ടുനിൽക്കുക വഴി വാട്ടർ ബോംബ് ഉൾപ്പെടെയുള്ള പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് അവിടെ വെള്ളത്തിന്റെ അളവ് കൂട്ടിയും കുറച്ചും പാകിസ്ഥാനെ നന്നായി വിഷമിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ വ്യോമ മേഖലയിൽ ഇപ്പൊ അവരുടെ ഒരു ഫ്ലൈറ്റ് ഒക്കെ ചില സ്ഥലങ്ങളിൽ പോകുന്നതിന് 4-5 മണിക്കൂർ അധികം എടുക്കണം. കോടിക്കണക്കിന് രൂപയാണ് അതിനുവേണ്ടി അവർക്ക് അധികമായി ചിലവാകേണ്ടി വരുന്നത്. ആകെ സാമ്പത്തികപരമായി പരുങ്ങലിൽ നിൽക്കുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സൈനികപരമായും രാഷ്ട്രീയപരമായും ഒക്കെ ആകെ പ്രശ്നത്തിലാണ് അവിടെ ഇപ്പോൾ. അവിടെയുള്ള ജനത തന്നെ പാകിസ്ഥാനെതിരെ തിരിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കൃഷിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു സമ്പദ് വ്യവസ്ഥയുമായി മുന്നോട്ട് പോകുന്ന പാകിസ്ഥാന് വളരെ സാമ്പത്തികപരമായി വളരെയധികം ബുദ്ധിമുട്ടിൽ പോകുന്ന ഒരു പാകിസ്ഥാൻ. ഇപ്പൊ കഴിഞ്ഞ ദിവസം അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയുള്ള മൊബൈൽ ഫോൺ, നമ്മൾ സാധാരണ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് മൊബൈൽ ഫോൺ. ആ മൊബൈൽ ഫോണിന് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതിന്റെ 2-3 ഇരട്ടി ചെലവാണ് പാകിസ്ഥാനിൽ എന്നുള്ളത്. അപ്പൊ അതിന്റെ താരിഫ് നിരക്കുകൾ എന്ന് പറയുന്നത്, അപ്പൊ അത്രത്തോളം വലിയ ഒരു പ്രശ്നത്തിലാണ് പാകിസ്ഥാൻ. അവിടെ പല പണപ്പെരുപ്പ നിരപ്പ് വളരെ കൂടുതലാണ്. പാകിസ്ഥാൻ ആകെ അതിന്റെ സാമ്പത്തിക വ്യവസ്ഥ പെട്ടുകിടക്കുകയാണ്. ആ സമയത്താണ് അവർ ഇന്ത്യക്കെതിരെയുള്ള പടനീക്കം നടത്തുന്നത്. ഒരർത്ഥത്തിലും ഇന്ത്യയോട് പിടിച്ചു നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത പാകിസ്ഥാന്റെ സൈന്യത്തിന് എത്ര മണിക്കൂർ ഇന്ത്യക്ക് മുൻപിൽ നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ എത്ര മണിക്കൂർ മാത്രമാണ് അവർക്ക് അവശേഷിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ ആക്രമണം വിദൂരമല്ല. അതൊരു പക്ഷേ നമ്മൾ കരുതുന്നത് പോലെ, അല്ലെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ പാകിസ്ഥാനെ പരിപൂർണമായി എല്ലാ മേഖലയിൽ നിന്നും ആക്രമിച്ച് ഇല്ലാതാക്കണം എന്നുള്ള തീരുമാനമല്ല ഇന്ത്യക്കുള്ളത്. മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ അത് ചില സ്ഥലങ്ങളിൽ സർജിക്കൽ സ്ട്രൈക്കോ അല്ലെങ്കിൽ ലിമിറ്റഡ് സ്ട്രൈക്കോ, ഒരു പ്രത്യേകമായ മേഖലകൾ തെരഞ്ഞെടുത്തുകൊണ്ടുള്ള ആക്രമണമായിരിക്കും ഇന്ത്യ നടത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. എന്തായാലും അതിനെ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ വലിയ നടപടികളിലേക്ക് പോയാൽ
പാകിസ്ഥാന് കനത്ത വില നൽകേണ്ടി വരും. അതുപോലെ തന്നെ അതിർത്തിയിൽ അവർ ഒരു ജവാനെ BSF ജവാനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അതിനെ വിട്ടുകിട്ടുന്നതിനെ സംബന്ധിച്ചുള്ള ഫ്ലാഗ് ഓഫ് മീറ്റിംഗുകൾ പലതും നടത്തിയെങ്കിലും അതിലൊന്നും ഇനി ഫ്ലാഗ് ഓഫ് മീറ്റിംഗ് നടത്തണ്ട എന്നും അതിനുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കൊന്നും തയ്യാറല്ല എന്നുമുള്ള ഒരു പ്രതികരണമാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. എന്തായാലും ഇന്ത്യ കരുതിക്കൂട്ടി നീങ്ങുകയാണ്. ഒരർത്ഥത്തിലും പാകിസ്ഥാനെ ഇക്കാര്യത്തിൽ ഇങ്ങനെ ഒരു തരത്തിൽ മുന്നോട്ട് പോകാൻ ഇന്ത്യ അനുവദിക്കില്ല. അതുകൊണ്ട് ഈ അറബിക്കടലിൽ മുഖാമുഖം നടക്കുന്ന ഈ സൈനിക അഭ്യാസ പ്രകടനം ഏത് നിമിഷവും ഒരു യുദ്ധത്തിലേക്ക് കലാശിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിർത്തി പ്രദേശങ്ങളിൽ ഇതുവരെ ഉണ്ടായിരുന്ന അതിർത്തി ഷെല്ലാക്രമണവും ഇപ്പോൾ ഉള്ള കഴിഞ്ഞ ചൊവ്വാഴ്ച മുതലുള്ള ഷെല്ലാക്രമണത്തിന് ഒരു വ്യത്യാസമുണ്ട്. നേരത്തെ നിയന്ത്രണ രേഖയിലാണ് അവർ തുടർച്ചയായി വെടിയുതിർത്തിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് മാറി ജമ്മു കാശ്മീരിന്റെ ചില മേഖലകളിൽ നിയന്ത്രണ രേഖയല്ലാത്ത ചില പ്രദേശങ്ങളിൽ അവർ ആക്രമണം നടത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുണ്ട്. ഇത് ഇന്ത്യയെ വളരെയധികം പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ പൂർണ്ണമായും ഒരു തിരിച്ചടിക്ക് പോകേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇതിന് മറുപടി കൊടുക്കും എന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. ഇന്ത്യയുടെ നാവിഗേഷൻ സിസ്റ്റം, അതായത് പാകിസ്ഥാന്റെ നാവിഗേഷൻ സിസ്റ്റം പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ വെക്കുന്ന ജാമറുകൾ എന്ന് പറയുന്നത് പാകിസ്ഥാനെ കൂടുതൽ പരിഭ്രാന്തിയിലേക്ക് തള്ളിവിടുകയാണ്. എന്തായാലും അധികം വൈകാതെ പാകിസ്ഥാൻ നിഷ്പ്രഭമാകും പല കാര്യങ്ങളിൽ എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. തുടക്കത്തിൽ സിന്ധു നദീജല കരാർ റദ്ദു ചെയ്യുകയും അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് മരവിപ്പിച്ച് അവിടെയുള്ള ജലത്തിന്റെ നിയന്ത്രണം, ചില ദിവസങ്ങളിൽ പരമാവധി ജലത്തിന്റെ ഒഴുക്ക് കുറച്ചു കൊണ്ടുവരിക, ചില ദിവസങ്ങളിൽ നമ്മൾ ഭയങ്കരമായി അത് തുറന്നുവിട്ട് അവിടെ വെള്ളപ്പൊക്കം സൃഷ്ടിക്കുക. ചുരുക്കത്തിൽ ഇന്ത്യ ഒരു ആണവ ബോംബ് ഉപയോഗിക്കാനേക്കാൾ ശക്തിയുള്ള വാട്ടർ ബോംബ് പരീക്ഷണം പാകിസ്ഥാനിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പലതരത്തിൽ പാകിസ്ഥാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഗത്യന്തരമില്ലാതെ അവിടുത്തെ പല പൊസിഷനിലുള്ള പല ആളുകളെയും മാറ്റി പരീക്ഷിക്കുകയാണ് പാകിസ്ഥാൻ. ഇന്ത്യയുടെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തുടർച്ചയായി അന്വേഷണത്തിലാണ്. ഇപ്പോ അവരുടെ നാവിഗേഷൻ നിയന്ത്രണത്തെ തുറക്കുക, വ്യോമാതിർത്തി അടയ്ക്കുക, അവർക്ക് നൽകിക്കൊണ്ടിരുന്ന ജലം അതിന്റെ ഒഴുക്ക് കുറയ്ക്കുക, അല്ലെങ്കിൽ കൂടുതൽ തുറന്നുവിട്ട് അവരെ അപകടാവസ്ഥയിലാക്കുക, അതുപോലെ തന്നെ പൂർണ്ണമായും അവർക്കെതിരെയുള്ള സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് വരെ ഇന്ത്യ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പരമാവധി പാകിസ്ഥാനെ ശിക്ഷിക്കുവാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. തിരിച്ചടി ഉറപ്പെന്നുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം വളരെ വളരെ ആശങ്കയോടുകൂടിയാണ് പാകിസ്ഥാൻ കാണുന്നത്. അതുകൊണ്ട് പാകിസ്ഥാൻ ധൃതിപ്പെട്ടെടുക്കുന്ന പല നടപടികളും നമ്മൾ കാണുന്നുണ്ട്. ഒന്നും ഇന്ത്യക്കെതിരെ വില പോകുന്നതല്ല എന്ന് നമുക്കറിയാം. ഇതുവരെ ഒന്നും തന്നെ ഇന്ത്യയെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ്, പാകിസ്ഥാൻ ആകെ അങ്കലപ്പിലാണ്. ഇന്ത്യ അതിർത്തിയിൽ വിന്യസിച്ചിട്ടുള്ള ജാമിംഗ് സംവിധാനങ്ങൾ പാകിസ്ഥാനെ എത്രത്തോളം നിയന്ത്രിക്കുക അല്ലെങ്കിൽ അവർക്ക് വിലക്കുണ്ടാക്കും, അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഏതാനും ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ്. ഇതിനെ മറികടക്കുവാൻ ഉള്ള സാങ്കേതിക വിദ്യകൾ പാകിസ്ഥാന് എന്നല്ല ഒരു രാജ്യത്തിനും നിലവിലില്ല, ഇത്തരം ജാമ്യ സംവിധാനങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകാനായിട്ട്. അതുകൊണ്ട് ഇന്ത്യ സ്വതന്ത്രമായി വികസിപ്പിച്ചിട്ടുള്ള ഇത്തരം ജാമ്യ സംവിധാനങ്ങൾ എത്രത്തോളം പാകിസ്ഥാനെ അപകടാവസ്ഥയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും പാകിസ്ഥാനെ നിഷ്പ്രഭമാക്കുവാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇന്ത്യ.